ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. രാവിലെ നല്ല വെയിലൊക്കെ ഉണ്ട്, മഴയൊക്കെ കുറച്ചങ്ങനെ മാറി തുടങ്ങിയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റിന് ദോശയാണ്, പക്ഷെ ഉഴുന്നരച്ചിട്ടുള്ള ദോശയല്ല കേട്ടോ. ഇന്നലെ രാത്രി പച്ചരി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നേ. ആ പച്ചരിയിൽ കുറച്ച് തേങ്ങയും കുറച്ച് ചോറും കൂടെ ആഡ് ചെയ്തിട്ട് അരച്ചെടുത്തതാണ് കേട്ടോ. പിന്നെ ഒരു 2 പച്ചമുളകും ജീരകവും കുറച്ച് ഉള്ളിയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്, നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോഴേ അയറയ്ക്ക് ഭയങ്കര വിശപ്പാണ് കേട്ടോ. അങ്ങനെ ദോശ ഉണ്ടാക്കുമ്പോൾ തന്നെ ആള് അടുത്തിരുന്ന് കഴിക്കുന്നുണ്ട്. ദോശയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് മുട്ട റോസ്റ്റാണ് കേട്ടോ ആക്കിയത്. ആദ്യം മുട്ടക്കറിയാക്കാമെന്നാണ് വിചാരിച്ചത്, പിന്നെ ഉള്ളിയൊക്കെ വഴറ്റി വന്നപ്പോൾ എന്തോ റോസ്റ്റ് ആക്കാൻ തോന്നി. അങ്ങനെ മുട്ട റോസ്റ്റും ദോശയാണ് കേട്ടോ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന്. 3 മുട്ട പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ, പക്ഷെ അയറയ്ക്കുള്ള മുട്ട കറിയിലിട്ടിട്ടില്ലായിരുന്നേ, അവൾക്കല്ലാതെ സെപ്പറേറ്റാണ് കൊടുത്തത്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് അയറയുടെ കൂടെ കുറേ സമയം കളിച്ചൊക്കെ ഇരുന്ന് കേട്ടോ. അങ്ങനെ ഒരു 12 മണിയെല്ലാം ആയപ്പോഴത്തേക്കും അയറ ഉറങ്ങിയിട്ടുണ്ടായിരുന്നേ. അയറ ഉറങ്ങിയ സമയമായപ്പോഴത്തേക്കും ഞാൻ മീനെല്ലാം കഴുകാൻ വേണ്ടിയിട്ട് വന്നു കേട്ടോ. മീൻ കഴിഞ്ഞ ദിവസം മേടിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം നല്ല ഐസായിട്ടെല്ലാം ഇരിക്കുമായിരുന്നു. അത് വെള്ളത്തിലൊക്കെ ഇട്ട് ഓക്കെ ആക്കി എടുത്തു. അയറ അടുത്തുണ്ടെങ്കിൽ മീൻ കഴുകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അവൾ കൈയിട്ടെല്ലാം അലമ്പി എനിക്കതൊരു ഇരട്ടിപ്പണിയാക്കി തരും. അതുകൊണ്ട് തന്നെ അവൾ ഉറങ്ങുന്ന സമയത്താണ് ഇപ്പം മാക്സിമം മീൻ കഴുകാനായിട്ട് വരാറേ. എല്ലാ ദിവസവും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ അപ്പം തന്നെ ചോറിന് വെക്കുന്നതാണ് കേട്ടോ. പക്ഷെ ഇന്ന് എല്ലാം ലേറ്റായിട്ടാണ് ചെയ്യുന്നത്. ഉച്ചയായി കേട്ടോ ചോറൊക്കെ ആക്കിയപ്പോൾ. ചോറ് വാർക്കുന്നതിന് മുന്നേ അയറയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അതിൽ നിന്ന് കുറച്ച് കഞ്ഞി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ മീൻ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള മീനാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ കറി വെക്കാൻ നിന്നില്ലേ. ചിലപ്പോൾ അത് കറി വെക്കുമ്പോഴത്തേക്കും എല്ലാം ഉടഞ്ഞു പോകുമെന്ന് തോന്നി. അതുകൊണ്ട് തന്നെ ഫ്രൈ ആക്കാമെന്ന് കരുതി എല്ലാം പുരട്ടി വെച്ചു. അങ്ങനെ കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് അത് ഗ്യാസിൽ വെച്ച് ഫ്രൈ ചെയ്തെടുത്ത് കേട്ടോ. നല്ലോണം ഉടയാതെ കിട്ടിയിട്ടുണ്ടായിരുന്നേ. അപ്പോഴേക്കും അയറ ഉറങ്ങി എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഉറങ്ങി എണീറ്റപ്പോൾ ആളുടെ മൂഡ് അത്ര ഓക്കെ അല്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഫ്രിഡ്ജിലിരുന്ന് ഒരു ഐസ്ക്രീമൊക്കെ കൊടുത്ത് ഒരുവിധം റെഡിയാക്കി ഇരുത്തി. ചോറിന് കഴിക്കാൻ വേണ്ടിയിട്ട് വേറെ കറിയൊന്നും ആക്കിയിട്ടുണ്ടായിരുന്നില്ലേ. ഇപ്പോഴത്തേക്കും സമയം 2 മണിയായി കേട്ടോ. അപ്പോൾ വേഗം ആക്കാൻ പറ്റിയ കറി നോക്കിയിട്ട് ഒരു രസം ആക്കാമെന്ന് കരുതിയേ. ഞാൻ രസം വെക്കുമ്പോഴത്തേക്കും ഓരോ പ്രാവശ്യം വെക്കുമ്പോഴും ഓരോ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ചിലപ്പോൾ വെക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും, പക്ഷേ അതനുകരിച്ചിട്ട് അടുത്ത പ്രാവശ്യം വെക്കുമ്പോഴത്തേക്കും വേറെ ടേസ്റ്റ് ആയി പോവേ. മുന്നേ രസം വെക്കുമ്പോൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇടുമായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പം അങ്ങനത്തെ പൊടികളൊന്നും ആഡ് ചെയ്യാറില്ലേ. ജസ്റ്റ് ജീരകവും കുരുമുളകും മിക്സിയിലൊന്ന് ചതച്ചെടുത്തിട്ട് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും തക്കാളിയും മാത്രമേ ആഡ് ചെയ്യാറുള്ളൂ കേട്ടോ. പിന്നെ പുളിവെള്ളവും കൂടെ ഒഴിച്ചിട്ടാണ് ചെയ്യുന്നത്. ലാസ്റ്റ് കുറച്ച് കുരുമുളക് പൊടിയും മല്ലിയിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കും. കുക്കിംഗ് എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് എന്തോ ഒരു ക്ഷീണം പോലെ ആയി കേട്ടോ. ഭയങ്കര വിയർപ്പും അങ്ങനെയൊക്കെ. മഴയൊക്കെ മാറി വെയിലായതുകൊണ്ടായോ ചൂടായതുകൊണ്ടാണോ എന്നൊന്നും അറിയില്ലേ. പക്ഷെ ഭയങ്കര ക്ഷീണം തോന്നി, എന്തൊക്കെയോ പോലെ ആയിപ്പോയി. BP കുറഞ്ഞിട്ടാണോ എന്ന് ഡൗട്ടായിട്ട് പിന്നെ ഒരു നാരങ്ങയിൽ ഉപ്പിട്ടൊക്കെ പിഴിഞ്ഞൊടിച്ചു കേട്ടോ. അങ്ങനെ കുറച്ച് നേരം ഇരുന്നപ്പോഴാണ് ഒരു ആശ്വാസമായത്. അയറ അങ്ങനെ രാവിലെയും ഫുഡൊന്നും അങ്ങനെ കഴിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. ആളിൻ്റെ ഫുഡ് കഴിക്കൽ ഇപ്പം ഭയങ്കര കുറവാണ്. അങ്ങനെ അവൾക്ക് ഫോണിൽ കുറച്ച് ഡാൻസൊക്കെ ഇട്ട് കൊടുത്ത് അവളുടെ അടുത്ത് ഇങ്ങനെ ഇരുന്ന് ഓരോന്ന് കഴിപ്പിക്കുമായിരുന്നു കേട്ടോ. ഒരു പേരയ്ക്ക മുറിച്ചിട്ടുണ്ടായിരുന്നേ, അതിൻ്റെ ഒരു പീസ് കുറേ സമയം ഇങ്ങനെ അവളോട് സംസാരിച്ചിരുന്നിട്ട് എങ്ങനെയൊക്കെയോ കഴിപ്പിച്ചു. പിന്നെ ഞാനും പോയി ഭക്ഷണമൊക്കെ ഭക്ഷണം കഴിച്ചിട്ട് അങ്ങനെ കുറച്ച് നേരം കിടന്നുറങ്ങി കേട്ടോ. ഉറങ്ങി എഴുന്നേറ്റപ്പോൾ ഒരുവിധം ആശ്വാസമായിട്ടുണ്ടായിരുന്നേ. പിന്നെ പോയി കുളിച്ചിട്ട് വന്നു. നേരത്തെ വാങ്ങിയതിൽ 3-4 മാങ്ങ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ, നല്ല പഴുത്തത്. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ മാംഗോ സാഗോ ഉണ്ടാക്കാമെന്നേ. ചവ്വരിച്ചിട്ടുണ്ടാക്കുന്നത്. പക്ഷെ മുന്നേയൊക്കെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതുവരെയും ട്രൈ ചെയ്തിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ നോക്കുമ്പം കുറച്ച് പാൽ വരുന്നുണ്ടായിരുന്നേ. കുറച്ച് പാലങ്ങനെ ചായക്കെടുത്തിട്ട് ബാക്കി പാലെടുത്തിട്ട് മാംഗോ സാഗോ ഉണ്ടാക്കി കേട്ടോ. അയറ സ്ലാബിൽ കയറിക്കഴിഞ്ഞാൽ നമ്മുടെ കണ്ണ് എപ്പോഴും അവളെ പുറകെ വേണം കേട്ടോ. ഇൻഡക്ഷനിലും പാത്രത്തിലൊക്കെ തൊട്ട് എന്തെങ്കിലുമൊക്കെ പണിയിലായിരിക്കും ആൾ. കുഞ്ഞിന് പുതിയ ഐറ്റം ഉണ്ടാക്കിത്തരാം, മാംഗോസൊക്കെ ഉണ്ടാക്കിത്തരാം എന്നെല്ലാം പറഞ്ഞ് ഒരുവിധം പറഞ്ഞ് പിടിച്ച ആളവിടെ ഇരുത്തിയിട്ടുണ്ട്. എന്തോ സംഭവം കിട്ടാൻ പോകുന്നു എന്നുള്ള പ്രതീക്ഷയിലാണ് കേട്ടോ ആളിപ്പോൾ നിൽക്കുന്നത്. മാങ്ങ ചെത്തി കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ട് ആവശ്യത്തിന്
പാലും പിന്നെ കുറച്ച് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്തിട്ട് മിക്സിയിൽ അടിച്ചെടുക്കുകയാണ് ചെയ്തത്. പക്ഷേ ഇന്ന് ചെയ്തപ്പോൾ കുറച്ച് നല്ല തിക്കായി പോയി കേട്ടോ. പാല് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ കുറച്ചുകൂടെ ലൂസായിട്ട് കിട്ടിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റി ആയിട്ടുണ്ടായിരുന്നേ. ഉണ്ടാക്കി വെച്ച മാംഗോ ഷെയ്ക്കിൽ നിന്ന് ആളിവിടെ കൈയിട്ടൊക്കെ ടേസ്റ്റ് നോക്കുന്നുണ്ട്. ആദ്യം ഒരു പാത്രത്തിലോട്ട് കുറച്ച് മാംഗോ ഷേക്ക് ആഡ് ചെയ്ത് കേട്ടോ. കാരണം ടേസ്റ്റ് എങ്ങനെയാണ് വരികയെന്ന് അറിയാത്തത് കൊണ്ട് തന്നെ ഫുള്ള് മിക്സ് ആക്കി കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് വെച്ചിട്ട് കുറച്ചൊരു പാത്രത്തിലെടുത്തിട്ട് പകുതി ചൗവരിയും കൂടെ ആഡ് ചെയ്ത് കുറച്ച് മാങ്ങ ഇങ്ങനെ കുഞ്ഞു കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. അതിൽ നിന്നും കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ച് ടേസ്റ്റൊന്നും തോന്നിയില്ല കേട്ടോ. കാരണം നമ്മൾ നോർമലി മാംഗോ ഷേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ ടേസ്റ്റ് തന്നെയാണ്. പിന്നെ ചൗവരി കൂടെ ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് കൂടെ ഉണ്ട്. നമുക്കിങ്ങനെ കടിച്ച് കഴിക്കാനായിട്ടുള്ള ആ ഒരു എഫക്റ്റും കൂടെ ഉണ്ട്. അത്രയേ ഉള്ളൂ. എനിക്കങ്ങനെ ഭയങ്കര വ്യത്യസ്തമായിട്ടൊന്നും തോന്നിയില്ല കേട്ടോ. പിന്നെ കുറച്ച് മധുരം കുറവായിരുന്നേ. പഞ്ചസാര ആഡ് ചെയ്ത കുറച്ച് കുറവാന്ന് തോന്നുന്നു കേട്ടോ. പക്ഷെ അയറയ്ക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. സാധാരണ ഷേക്കൊന്നും ആക്കിയാൽ കുടിക്കാത്ത ആളാണ് കേട്ടോ. പക്ഷേ ഇന്ന് മാംഗോ സഗോ കുടിച്ചു. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.